ദേവി വിച്ചുവിനോട് തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞതുപോലെ ഹരിദാസും വേദികയോട് തൻ്റെ മകളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ പറയുകയായിരുന്നു അന്നേരം. വിരയനൊപ്പമാണ് വേദിക വന്നതെങ്കിലും അവനൊരു അത്യാവശ്യം വന്ന് പോകേണ്ടി വന്നു. വേദികയെ താൻ വീട്ടിലാക്കിക്കൊള്ളാമെന്ന് ഹരിദാസ് പറഞ്ഞിരുന്നു. കാറിൽ ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന വേദികയെ ഹരിദാസ് നോക്കി. മോള് എന്താ ആലോചിക്കുന്നത്? മോള് വിഷമിക്കൊന്നും വേണ്ട. അവൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ മോൾ അറിയണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. വെറുതെ ഞാൻ എന്തോ ആലോചിച്ചതാണ് അങ്കിൾ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ അങ്കിളിനോട്? മോള് ചോദിക്കേ. ദർശൻ എന്തിനാ ആമിയെ വിവാഹം കഴിച്ചത്? ഹരിദാസ് ഒന്ന് ചിരിച്ചു. എല്ലാം അറിഞ്ഞപ്പോൾ തോന്നിയ ദേഷ്യവും വാശിയും പ്രതികാരവുമെല്ലാം ഒരു കാരണമായിരുന്നു. എല്ലാം അറിഞ്ഞപ്പോൾ തോന്നിയ ദേഷ്യവും വാശിയും പ്രതികാരവും എല്ലാം ഒരു കാരണമായിരുന്നു. പിന്നെ നിഖിൽ വന്ന് സത്യങ്ങൾ പറഞ്ഞപ്പോൾ അമ്പിയെ ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നില്ല. അവൻ്റെ ചതി ഞങ്ങൾക്കറിയില്ലായിരുന്നു അന്നേരം. അതുകൊണ്ട് രാമചന്ദ്രനെ ഒന്ന് ഭയപ്പെടുത്തണമെന്നൊരു ഉദ്ദേശം കൂടി അവനുണ്ടായിരുന്നു. കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അമ്പിയെ മനസ്സിലാക്കുമ്പോൾ രാമചന്ദ്രൻ തടസ്സമായി വരരുതെന്ന് വിചാരിച്ചിട്ടുണ്ടാകും. അമ്പിയും ദേവിയും തമ്മിലുള്ള വിവാഹത്തെ എതിർത്ത് സ്വന്തം മകളുടെ ജീവിതം പ്രശ്നത്തിലാക്കാൻ അയാൾ ശ്രമിക്കില്ലല്ലോ. അങ്ങനെയും ചില കണക്കൂട്ടുകൾ അവനുണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. പക്ഷേ അതൊരു നിയോഗമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ആ സമയത്ത് അവൻ അങ്ങനെ തോന്നുമായിരുന്നു? വെറുതെ ഒരു താലി കെട്ടി എന്നല്ലേ ഉള്ളൂ. നിയമപരമായി അവർ ഭാര്യയും ഭർത്താവും ഒന്നും അല്ലല്ലോ. പിന്നെ ഈ ആമി എന്തിനാ ദർശൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? കല്യാണം നടക്കാനുള്ള സാഹചര്യം അവൾക്കും അറിയാവുന്നതല്ലേ. വെറുമൊരു താലി മാത്രമല്ല അവർ തമ്മിലുള്ള ബന്ധം. നിയമപരമായും അവർ ഭാര്യയും ഭർത്താവുമാണ്. വേദികയൊന്ന് ഞെട്ടി. വിവാഹത്തിന് ശേഷം നടന്ന കാര്യങ്ങളും ഹരിദാസ് അവൾക്ക് പറഞ്ഞു കൊടുത്തു. വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയത് മുതൽ അതൊരു മരണവീടായിരുന്നു എന്ന് പറയുന്നതാവും ശരി. ആർക്കും പരസ്പരം മിണ്ടുവാനോ ആശ്വസിപ്പിക്കാനോ പറ്റാത്തൊരവസ്ഥ. എല്ലാവരും ദേവിയെക്കുറിച്ച് ഓർത്ത് മാത്രം വിഷമിച്ചു. അവരുടെ അവസ്ഥയിൽ സങ്കടപ്പെട്ടു. പക്ഷേ എൻ്റെ മനസ്സിൽ ദേവിയെക്കുറിച്ച് ഓർത്തുള്ള വിഷമം മാത്രമായിരുന്നില്ല അന്നേരം. എൻ്റെ ദേവി മോളോളം വിഷമം അനുഭവിക്കുന്ന മറ്റൊരു മുഖം കൂടി എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. സത്യത്തിൽ ആമിമോളും അവളുടെ അമ്മയും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അന്ന് തന്നെ മനസ്സിലായതാണ്. എന്നിട്ടും മറ്റുള്ളവരുടെ വാശിയിലും പ്രതികാരത്തിലും എല്ലാം ശിക്ഷിക്കപ്പെട്ടത് അവളാണ്. അവളുടെ അവസ്ഥ അറിയാതെ എനിക്കൊരു സമാധാനവും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ തെറ്റുകളെല്ലാം രാമചന്ദ്രൻ്റെയും മകളുടെയും ഭാഗത്താണെന്ന് മനസ്സിലാക്കി ഞങ്ങൾക്കൊപ്പം നിന്ന അവരുടെ ഒരു ബന്ധുവിൻ്റെ കയ്യിൽ നിന്നും ഞാൻ അവളുടെ നമ്പർ വാങ്ങി അവളെ വിളിച്ചു. ആമിമോളെ, അച്ഛനാ, ദേവിമോളുടെ അച്ഛൻ. അച്ഛ, കരഞ്ഞുകൊണ്ട് അവൾ വിളിച്ചു. അയാളുടെ ഉള്ളൊന്ന് പൊള്ളി. എന്താ മോളെ അവിടെ നിന്റെ അവസ്ഥ? ഇവിടെ ആകെ പ്രശ്നമാ അച്ഛ. അമ്പിയേട്ടൻ താലി വലിച്ചു പൊട്ടിക്കാനൊക്കെ നോക്കി. പിന്നെ ദേവിയുടെ നടയിൽ വെച്ച് കെട്ടിയ താലി പൊട്ടിച്ചെറിഞ്ഞാൽ ദോഷം കിട്ടുമെന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞപ്പോഴാണ് ഒന്ന് അടങ്ങിയത്. എന്നാലും പരിഹാരം ചെയ്ത് താലി അഴിച്ചു വെക്കാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്കാകെ പേടിയാവുന്നു അച്ഛ. അച്ഛനൊരു കാര്യം ചോദിച്ചാൽ മോള് സത്യം പറയോ? എന്താ അച്ഛ? മോൾക്ക് ദർശനെ ഇഷ്ടമാണോ? കുറച്ചു നേരത്തേക്ക് ആമി ഒന്നും മിണ്ടിയില്ല. പറ മോളെ, എന്താണെങ്കിലും അച്ഛനോട് പറ. അന്ന് ഞങ്ങൾ നിന്റെ വീട്ടിൽ വന്നപ്പോഴും അതുപോലെ മോള് ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴുമെല്ലാം നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അച്ഛനൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ അതുപോരാ, മോള് തന്നെ പറയണം അതിനുള്ള ഉത്തരം. എന്നിട്ട് അച്ഛന് കുറച്ച് തീരുമാനങ്ങൾ എടുക്കാനുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ. എനിക്ക് ദർശേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. അത് ഇപ്പോഴൊന്നും തുടങ്ങിയ ഇഷ്ടമല്ല. ആദ്യമായി ദർശേട്ടനെ കണ്ടപ്പോൾ മുതൽ. പിന്നീട് കണ്ടുമുട്ടുമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. എന്നിട്ടും ഞാൻ സ്നേഹിച്ചു. അവൻ കെട്ടിയ താലി അഴിച്ചു മാറ്റാൻ മോൾ ആഗ്രഹിക്കുന്നുണ്ടോ? അച്ഛനറിയോ, കുന്നുംപുറത്ത് അമ്മയുടെ മുന്നിൽ വെച്ച് ദർശേട്ടൻ എൻ്റെ കഴുത്തിൽ താലി ചാർത്തുന്നത് ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഇന്നലെ നടന്നതുപോലെ പകയുടെയും പ്രതികാരത്തിൻ്റെയും പേരിലല്ല, സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ. പിന്നെ അനിയത്തിയുടെ കല്യാണം നടക്കാനായി വാശിയോടെ കെട്ടിയതാണെങ്കിലും അത് ഞാൻ സ്നേഹിക്കുന്ന പുരുഷൻ എൻ്റെ കഴുത്തിൽ കെട്ടിത്തന്ന താലിയല്ലേ. അതങ്ങനെ അഴിച്ചു കളയാൻ എനിക്കാവൂ? ഇപ്പോഴത്തെ ദേഷ്യമൊന്നും മോള് കാര്യമാക്കണ്ട. മോൾക്കുള്ളതുപോലെ ഒരു ഇഷ്ടം അവനും ഉണ്ടെന്നുള്ള കാര്യം അച്ഛനുറപ്പാ. പിന്നെ മോളുടെ വീട്ടുകാർ ചെയ്ത ചതിയുടെ പേരിലാ മോളോട് ഈ ദേഷ്യം. അതങ്ങനെ അങ്ങ് മാറിക്കോളും. അതുകൊണ്ട് അച്ഛൻ പറയുന്നത് മോള് കേൾക്കണം. അവിടുന്ന് പുറത്തു വരാൻ നിനക്ക് പറ്റുമോ? കുറച്ചു നേരത്തേക്ക് മതി. എന്തിനാ അച്ഛാ?
നിങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ. നിയമപരമായി നിങ്ങൾ ഭാര്യയും ഭർത്താവുമായി കഴിഞ്ഞാൽ പിന്നെ ആർക്കും ആ താലി വലിച്ച് അങ്ങനെ പൊട്ടിച്ചെറിയാനൊന്നും പറ്റില്ല. പക്ഷേ ദർശേട്ടൻ സമ്മതിക്കോ? അതൊക്കെ മോള് എനിക്ക് വിട്ടേക്ക്. മോൾക്ക് പുറത്തു വരാൻ ബുദ്ധിമുട്ടുണ്ടാകുമോ? നാളെ ഇവരൊക്കെ ഓഫീസിൽ പോകുന്ന സമയത്ത് ഞാൻ വരാം. ആ, അത് മതി. പിന്നെ വീട്ടിലേക്ക് വരണ്ട. അവിടെ ഇപ്പോൾ മോള് വന്നാലുണ്ടാകുന്ന അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് അച്ഛനൊന്നും പറയാൻ പറ്റില്ല. അച്ഛൻ്റെ ഫ്രണ്ടില്ലേ മാത്യു, അവൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി. ലൊക്കേഷൻ അച്ഛൻ അയച്ചു തരാം. പിറ്റേ ദിവസം പറഞ്ഞതുപോലെ ആമി മാത്യുവിൻ്റെ വീട്ടിലേക്ക് വന്നു. പക്ഷേ ഒട്ടും സന്തോഷകരമായ ഒരു സ്വീകരണമല്ല അവൾക്ക് അവിടെയും ലഭിച്ചത്. ദർശനുണ്ടായിരുന്നു അന്നേരം അവിടെ. വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞു. ഇറങ്ങിപ്പോകാൻ വരെ പറഞ്ഞു അവൻ മോളോട്. ആരോട് ചോദിച്ചിട്ടാ ഇവളെ ഇവിടെ കയറ്റിയത്? ഇറങ്ങിപ്പോകാൻ ഇവളോട് നിഖിൽ നീ പറയുന്നോ ഞാൻ പറയണോ? നീയൊന്ന് അടങ്ങ് ദർശ. വളരെ പ്രയാസപ്പെട്ട് ഡേവിഡ് അവനെ പിടിച്ചു മാറ്റി ഇരുത്തി. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എങ്ങനെ തോന്നിയടി അവർക്കൊപ്പം ചേർന്ന് നിനക്ക് ഞങ്ങളെ ചതിക്കാൻ? ഞാൻ ആരെയും ചതിച്ചിട്ടില്ല ദർശേട്ടാ. ആദ്യം മുതൽ ഒരു സംശയം എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ടാ ധൃതി പിടിച്ച് കല്യാണം നടത്തേണ്ടത് ഞാൻ പറഞ്ഞത്. ആ കൊച്ചു പറഞ്ഞത് ശരിയല്ലേടാ. കല്യാണം ഇപ്പം നടത്തേണ്ടെന്നും അത് മുടക്കാനൊക്കെ ആ കൊച്ചു നമ്മളോട് വന്ന് പറഞ്ഞതല്ലേ. പക്ഷേ നമ്മളല്ലേ അന്നേരം കേൾക്കാതിരുന്നത്. അതിനുള്ള കാരണം കൂടി പറയാമായിരുന്നില്ലേ നമ്മളോട്? അത് അവൾക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞില്ലേ അവള്? പിന്നെയും പിന്നെയും അവളെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? പിന്നീട് ഒരു കണക്കിന് എല്ലാവരും കൂടെ ചേർന്ന് ദർശനെ ശാന്തനാക്കി. ദർശ, ആമിമോളെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് നിങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡേവിഡ് എല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് രജിസ്റ്റർ ഓഫീസിലേക്ക് പോകാം. അത് നടക്കില്ല അച്ഛാ. ഞാനിവളെ വിവാഹം കഴിച്ചത് വേറെ പല ഉദ്ദേശത്തോടു കൂടിയാണ്. അതൊന്നും നടക്കില്ല. അതുകൊണ്ട് അക്കാര്യം അങ്ങ് മറന്നേക്ക്. പിന്നെയും ദർശൻ എന്തൊക്കെയോ പറയാൻ വന്നപ്പോൾ ഡേവിഡ് അവനെ വിളിച്ച് മാറ്റി നിർത്തി സംസാരിച്ചു. ഡേവി ചേട്ടന് എങ്ങനെ തോന്നി അച്ഛൻ പറഞ്ഞപ്പോൾ എല്ലാം ചെയ്തു കൊടുക്കാൻ? എടാ, ഞാനത് ചെയ്തത് നിന്റെ അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, നമ്മൾക്കും കൂടി വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ നമ്മൾ അവിടുന്ന് പോരുമ്പോൾ അവസാനം അമ്പി പറഞ്ഞ കാര്യങ്ങൾ നീയും കേട്ടതല്ലേ? അവനില്ലാതെ ദേവിക്ക് ജീവിക്കാനാവില്ലെന്ന്. ഈ സങ്കടമൊക്കെ മാറി നല്ല രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ദേവിക്കും തോന്നിയാലോ അമ്പിയില്ലാതെ പറ്റില്ലെന്ന്. ആ ചതിയനൊപ്പം അവളെ പിന്നെയും വിടണമെന്നാണോ ദേവിച്ചേട്ടൻ പറയുന്നത്? ഒരു പക്ഷേ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവനും ദേവിമോളുടെ പ്രണയം തിരിച്ചറിഞ്ഞാലോ? അന്നേരം മാറ്റി ചിന്തിച്ചൂടെ നമുക്ക്? അതൊന്നും ശരിയാവില്ല. അവളെ ഇനി അവന് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ശരി, സമ്മതിച്ചു. ഇനി അങ്ങനെ തന്നെയാണെങ്കിൽ പോലും നമ്മളോട് ഇത്രയൊക്കെ ദ്രോഹങ്ങൾ ചെയ്തവരോട് ഒരു പ്രതികാരം പോലും ചെയ്യാതെ വിടുന്നത് ശരിയല്ലല്ലോ. അതിനല്ലേ ഞാൻ അവളെ താലി കെട്ടിയത്. എല്ലാവരുടെയും മുൻപിൽ ഞാനിപ്പോൾ അവളുടെ ഭർത്താവല്ലേ. അതുകൊണ്ട് എന്താ കാര്യം? അമ്പി പറഞ്ഞതുപോലെ വലിച്ചു പൊട്ടിച്ചെറിഞ്ഞാൽ തീരാവുന്നതല്ലേ ഉള്ളൂ. പക്ഷേ നിയമപരമായി അവൾ നിന്റെ ഭാര്യയായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവൾക്ക് വേറൊരു ജീവിതം വേണമെങ്കിൽ നീ ഇന്നലെ പറഞ്ഞ പോലെ അവർ വരണം നിന്റെ മുന്നിൽ നിന്റെ കാല് പിടിക്കാൻ. പക്ഷേ അത് തെറ്റല്ലേ? അങ്ങനെ ചെയ്താൽ നമ്മളും അവരും തമ്മിൽ എന്താ വ്യത്യാസം? അവൾ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ അവളൊന്നും അറിഞ്ഞിട്ടില്ല. ഒരു തെറ്റും ചെയ്യാത്ത അവളെ ഞാൻ ശിക്ഷിക്കുന്നത് പോലെയാവില്ലേ? നീ ഇത്രയ്ക്കൊന്നും കാടുകയറി ചിന്തിക്കണ്ട. അവർ തന്ന പണിക്ക് കൊടുക്കുന്ന ഒരു മറുപണി അത്രയുള്ളൂ. അവളെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാം സാവകാശം. അവളുടെ അച്ഛനും ചേട്ടനുമൊക്കെ ഒന്ന് വിഷമിക്കട്ടെ. അത്രയെങ്കിലും നമുക്ക് ചെയ്യേണ്ടേടാ നമ്മുടെ ദേവിക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് നീ ഇപ്പോൾ അച്ഛൻ്റെ ഒപ്പം ചെല്ല്. ഞാൻ അവളെ പറഞ്ഞ് എല്ലാം മനസ്സിലാക്കിക്കോളാം. എന്തായി ദേവി, അവൻ സമ്മതിച്ചോ? ദർശൻ മുന്നിലേക്ക് പോയപ്പോൾ ഹരിദാസ് ഡേവിഡിൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. അങ്കിൾ പറഞ്ഞതുപോലെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനോട്. പക്ഷേ ഇത് വേണോ അങ്കിൾ? ഇങ്ങനെ ഇഷ്ടമില്ലാതെ അവനെക്കൂടെ ചെയ്യിക്കണോ നമ്മൾ? ആരു പറഞ്ഞു ഇഷ്ടമല്ലാതെയാണെന്ന്? അവനാ പെൺകുട്ടിയെ നല്ല ഇഷ്ടാ. അതെനിക്ക് തോന്നിയിട്ടുള്ളതാ. നിനക്കും തോന്നിയിട്ടില്ലേ? സത്യം പറയണം. അതവൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവന് ദേഷ്യമല്ലേ? അതൊക്കെ മാറുമെടാ. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവൻ അങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷേ ഇതൊക്കെ കഴിയുമ്പോൾ അവൻ മനസ്സിലാക്കിക്കോളും കാര്യങ്ങൾ. അങ്കിള് പറഞ്ഞതുപോലെ തന്നെ നടക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. പിന്നീട് ഞങ്ങൾ എല്ലാവരും കൂടി പോയി അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്തു. മോളിപ്പോൾ തൽക്കാലത്തേക്ക് മോളുടെ വീട്ടിലേക്ക് തന്നെ പോകണം. ഇപ്പോൾ നിന്നെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ അത് ഞാൻ എൻ്റെ ദേവിമോളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാവും. എനിക്ക് മനസ്സിലാവും അച്ഛാ. അവൾ ദർശനയൊന്ന് നോക്കി.
എന്നാൽ അവൻ അന്നേരം നോട്ടം മാറ്റി കളഞ്ഞു. പ്രതീക്ഷിച്ചിരുന്നതായതുകൊണ്ട് ആമിക്ക് വിഷമമൊന്നും തോന്നിയില്ല. ആമിയുടെ വീട്ടിലേക്ക് ഹരിദാസും ആമിയും എത്തുമ്പോൾ വീടിന് മുന്നിലുണ്ടായ 2 പോലീസ് വാഹനങ്ങൾ കണ്ട് സംശയത്തോടെ അവൾ ഹരിദാസിനെ നോക്കി. അയാൾ ഒരു പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മോൾക്ക് ഇവരെ മനസ്സിലായോ? വീട്ടിനകത്തേക്ക് കയറിയപ്പോൾ മുന്നിലായി നിൽക്കുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥരെ ചൂണ്ടിക്കാട്ടി ഹരിദാസ് ചോദിച്ചു. ഇത് നിതിൻ ചേട്ടൻ? അതെ, ഇത് നിതിനും ഇത് അവൻ്റെ അച്ഛനുമാണ്. നിതിൻ IPS ആണ്, അച്ഛൻ കമ്മീഷണറും. ദേവിമോളുടെ ബെസ്റ്റ് ഫ്രണ്ട് നിത്യയുടെ അച്ഛനും ചേട്ടനുമാണ് ഇവർ. ഹരിദാസ് എൻ്റെ ഫ്രണ്ട് കൂടിയാണ്. ഹരിദാസ് പറഞ്ഞതിനൊപ്പം നിത്യയുടെ അച്ഛൻ ചേർത്തു. അപ്പോൾ ദാസ, കാര്യങ്ങളൊക്കെ ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആമി ഇപ്പോൾ നിയമപരമായി ദർശൻ്റെ ഭാര്യയാണ്. ഇനി താലി പൊട്ടിച്ചെറിയാനോ അവളെ ഉപദ്രവിക്കാനോ ഒന്നും നിൽക്കരുത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ ഒരിക്കൽ കൂടി ഇങ്ങോട്ടേക്ക് വരും, നിങ്ങളെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ. അതിന് ഇടവരുത്താതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. മനസ്സിലായല്ലോ? മോളിനി പേടിക്കണ്ട, ഇവർ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. പിന്നെ ഇവിടെ ആക്കിയിട്ട് പോകുന്നുണ്ടെന്നേ ഉള്ളൂ. മോളുടെ കാര്യങ്ങൾ അച്ഛൻ തന്നെ നോക്കും. ഒരിക്കലും ഒരു സാഹചര്യത്തിലും ഈ അച്ഛൻ മോളെ കൈവിടില്ല. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹരിദാസ് പറഞ്ഞു. ഇന്ന് ഈ നിമിഷം വരെ ആമിമോൾക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിച്ചിട്ടുണ്ട് വേദികെ. ഇനിയും ഞാൻ അങ്ങനെ തന്നെ ചെയ്യൂ. വിവാഹം രജിസ്റ്റർ ചെയ്തതിൻ്റെ പേരിൽ ആമിയുടെ വീട്ടുകാർ ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ലേ അങ്കിൾ? പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വന്ന് പറഞ്ഞപ്പോൾ അവരൊന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുമാത്രമല്ല, അവർ വലിയ തന്ത്രശാലികളല്ലേ. ആമിമോളെ നിയമപരമായി വിവാഹം ചെയ്ത സ്ഥിതിക്ക് ഇനി ദർശന് വേറെ വിവാഹം കഴിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെയാണ് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ആമിമോൾക്ക് ദർശനോടുള്ള ഇഷ്ടത്തെക്കുറിച്ചൊന്നും അവർക്കറിയില്ല. എന്നാലും അവിടെ പോകുമ്പോൾ മോള് താലി അഴിച്ച് മാറ്റിവെക്കും. അഭിനയം എങ്ങാനും പൊട്ടിച്ച് കളഞ്ഞാലോ എന്ന പേടിയാണ് അവൾക്ക്. ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷിക്കപ്പെടുന്നവളാ എൻ്റെ ആമിമോള്. വേദികയ്ക്കും അന്നേരം ആമിയോട് അലിവ് തോന്നി. അവളോട് അതുവരെ ഉണ്ടായിരുന്ന ദേഷ്യമെല്ലാം അന്നേരം അവൾ മറന്നു. പക്ഷെ അവൾ ദർശൻ്റെ ഭാര്യയാണെന്നുള്ളതും അവൾ ദർശനെ പ്രണയിക്കുന്നുണ്ടോ എന്നുള്ളതും വേദികയിൽ അസ്വസ്ഥത നിറച്ചു. കരച്ചിലൊക്കെ അടക്കി ദേവി ഒന്ന് ശാന്തമായി എന്ന് തോന്നിയപ്പോൾ വിച്ചൊരു ബോട്ടിൽ വെള്ളമെടുത്ത് അവൾക്ക് നേരെ നീട്ടി. ഇത് കുടിച്ചോ. അവൾ വെള്ളം കുടിച്ച് നിവർന്നിരുന്നു. അപ്പോഴാണ് സമയം ഒരുപാട് വൈകിയത് ദേവി ശ്രദ്ധിക്കുന്നത്. അയ്യോ, സന്ധ്യ ആയല്ലോ, ഇത്രയും വൈകിയോ? വീട്ടിലിപ്പോൾ നമ്മളെ കാണാതെ വിഷമിക്കുന്നുണ്ടാവില്ലേ? താൻ പേടിക്കണ്ട, ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണെന്ന്. അവൻ പറയുന്നത് കേട്ട് ചിരിയോടെ ദേവി നോക്കി. ഇപ്പോൾ തനിക്ക് എന്തു തോന്നുന്നു? സത്യം പറഞ്ഞ ഒരുപാട് ആശ്വാസം തോന്നുന്നുണ്ട്. മനസ്സിലുള്ളതെല്ലാം ആരോടും പറയാതെ അടക്കിപ്പിടിച്ച് കഴിയുകയായിരുന്നില്ല ഇത്രയും നാളും. ആ ശ്വാസം മുട്ടലൊന്നും മാറിക്കിട്ടി. അതങ്ങ് നേരത്തെ ആവാൻ പാടില്ലായിരുന്നു. അതിന് ഇതുവരെ ആരും ഞാൻ പറയുന്നത് കേൾക്കാൻ നിന്നിട്ടില്ലല്ലോ. വരുന്നവരെല്ലാവരും എന്നെ ആശ്വസിപ്പിക്കും, എല്ലാം മറക്കണമെന്ന് പറയും. അത്രയുള്ളൂ. എൻ്റെ മനസ്സൊന്ന് തുറക്കാൻ ആരും നിന്ന് തന്നിട്ടില്ല. ചുണ്ടൊക്കെ വിതുമ്പി കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ പരാതി പറയുന്നവളെ വിച്ചു സ്നേഹത്തോടെ നോക്കി. അതെ, തനിക്ക് ഉള്ളിന്നൊരു കരച്ചിൽ കേൾക്കുന്നുണ്ടല്ലോ. അവൾക്കടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് വളരെ പതുക്കെ വിച്ചു ചോദിച്ചു. ഇത്രയും നാളും എൻ്റെ ഉള്ളിലിരുന്ന് ഞാൻ തന്നെ നിലവിളിക്കുകയായിരുന്നു. ഇപ്പോഴാണ് അതൊന്ന് മാറിക്കിട്ടിയത്. അയ്യോ, ആ നിലവിളിയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ വിശന്നിട്ട് വയ്യടോ, വയറ് കിടന്ന് നിലവിളിക്കുകയാണ്. ഉച്ചയ്ക്ക് ഒരല്പം ഭക്ഷണം കഴിച്ചതാ, പിന്നെ ഈ നേരം വരെ പട്ടിണിയാ. തന്നെ ആശ്വസിപ്പിക്കാനായി എന്തോ പറഞ്ഞു തരികയായിരിക്കുമെന്ന് വിചാരിച്ച ദേവി അവൻ പറയുന്നത് കേട്ട് കണ്ണും മിഴിച്ച് നോക്കിയിരുന്നു പോയി. വിച്ചു ആണെങ്കിൽ വയറൊക്കെ തടവി കാണിക്കുന്നുണ്ട്. വീട് വരെ എത്തുമെന്ന് തോന്നുന്നില്ല. നമുക്ക് വല്ല ഹോട്ടലിൽ നിന്നും കഴിച്ചാലോ? ദയനീയ ഭാവത്തിൽ അവൻ ചോദിക്കുന്നത് കേട്ട് ദേവി വായപ്പൊത്തി പിടിച്ച് ചിരിച്ചു. അതിന് ഇവിടെ നല്ല ഹോട്ടൽ വല്ലതും ഉണ്ടാകുമോ? നമ്മുടെ നാട്ടിലാണോ ഹോട്ടലുകൾക്ക് പഞ്ഞം? താനൊന്ന് സമ്മതിച്ചാൽ ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഏതെങ്കിലും ഹോട്ടലിലേക്ക് കയറാം. ചിരി വന്നിട്ട് മറുപടി പോലും പറയാനാവാതെ അവൾ മൂളി.